പറമ്പും പരിസരവും എനിക്കിഷ്ടായി. പക്ഷെ ദൂരെ ഇത്തിരി കൂടുതല. കടത്തിറങ്ങിയ ഒരു 10-20 മിനിറ്റ് നടപ്പുണ്ടല്ലേ? മതി. താൻ എന്തായി കാണിക്കുന്നത്? എനിക്ക് വേദനിക്കുന്നില്ല. വേദനിക്കുന്നില്ലെന്നോ? അവിടെ നിറം വരെ നടന്നപ്പോ എന്റെ കാലിന്റെ അസ്ഥി പൊളിഞ്ഞു. ഇങ്ങോട്ട് നീട്ടിക്കേ. ആരും കാണത്തില്ല. പിള്ളേർ പേര് പറയാൻ പോകണം. നീ പറയുന്ന കേക്ക്. നീ എന്താ ഇനിയെങ്കിലും ഈ കൊഞ്ചലം നിർത്തി. ഭാര്യയുടെ കാലിൽ മാത്രം ഏത് ഭർത്താവാടാ ഈ ലോകത്തുള്ളത്? അളിയനെങ്ങാനും കണ്ട എന്ത് വിചാരിക്കും? അവനിപ്പോ അവിടെ കാല് തീരുമാനിക്കും അല്ലേ? എന്തൊക്കെയായി പറയണേ? അല്ല, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാ ഇവനും അറിഞ്ഞിരിക്കട്ടെ. അറിഞ്ഞിരിക്കേണ്ട വേറൊരു പാർട്ടി പുറത്തു വന്ന് ഇപ്പുണ്ട്. അച്ഛനും അമ്മയൊന്ന് കാണണമെന്ന്. ആരാ? ചെന്ന് നോക്ക്. എന്താ ചിന്ന? യാത്ര ചോദിക്കാൻ വന്നതാ. എനിക്കൊരു ജോലി കിട്ടി, സേലത്താ. എനിക്ക് വലിയ അറിവോ പഠിപ്പോ ഒന്നുമില്ല. എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള ധൈര്യവും ആരെയും ദ്രോഹിക്കാൻ ഇടവരുത്തില്ലേ ഈശ്വര എന്ന പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ പൊറുക്കണം. ഗീത എനിക്കിഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരും. അതുവരെ ഒരു പുരുഷൻ ആദ്യം വേണ്ടത് ധൈര്യ, പിന്നെ പഠിപ്പ്. കോളേജൊക്കെ പഠിച്ചുകൊണ്ട് വിവരം ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതത്തിന്റെ വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരുപാട് ആളുകളെ എനിക്കറിയാം. എൻ്റെ മകളെ അവൾ ഇഷ്ടപ്പെടുന്ന പട്ടിണി കൂടാതെ അവളെ നോക്കുന്ന ഒരുത്തൻ്റെ കൂടെ അയക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇത് രണ്ടും നിനക്കുണ്ട്. മറിച്ചൊരു അഭിപ്രായം ഇവൾക്കുണ്ടാകുന്നത് വരെ ഇവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ ധൈര്യമായിട്ട് പോയി വാ. എനിക്ക് അമ്മയില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ചേച്ചിയുടെ വയലറ്റ് സാരി എന്തി? അതിന്റെ ഒരു സൈഡ് കത്തിപ്പോയി. മോക്ക് ഉടുപ്പ് തയ്ക്കാൻ കൊടുത്തിരിക്കുക. അയ്യർക്ക് ഒഴിവാണോ? ആമാ, മുതലാളി മകൾ കുഴന്തയ്ക്ക് മാമോദിസ. മാമോദിസ ഭയങ്കര വിശേഷല്ലേ? ரொம்ப കേമ. 1000 പേർക്ക് സദ്യ. എന്നിട്ടെന്താ അയ്യര് പോവാഞ്ഞേ? ഞാൻ இந்த ഇറച്ചി ഒന്നും സാപ്പിടാതെ വാന്തി എടുക്ക് ഛർദിക്കും. അമ്മ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ. ഞങ്ങളൊന്ന് പുറത്തു വിട്ടു തരാം. എന്ന പടം? ഇംഗ്ലീഷാ. മാമി വരുന്നോ? നമുക്ക് എവിടെ നേരം? മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്നിട്ട് കണ്ടില്ലേ? ഭർത്താവ് ഉണ്ടായിട്ടും വിധവയെ പോലെ ഒരുത്തി വീട്ടിൽ നിൽക്കുമ്പോഴാ അവരുടെയൊക്കെ ഒരു നെകളിപ്പ്. ഇവിടെ ആരുമില്ലേ? ആരാ? വിദ്യ എന്നല്ലേ പേര്? അതെ, ഞാൻ പ്രസാദിന്റെ അമ്മയാ. എനിക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. വരൂ, അകത്തേക്കിരിക്കാം. വരൂ അമ്മേ. അമ്മ ഇരിക്കൂ. വേണ്ട, ഇരിക്കുന്നില്ല, തിരക്കുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ. വിദ്യക്ക് എൻ്റെ ഇളയ മോളുടെ പ്രായേ ഉള്ളൂ. മോളുടെ അമ്മയാണ് പറയുന്നതെന്ന് കരുതി അമ്മയൊന്ന് സഹായിക്കണം. കാര്യങ്ങളൊക്കെ മോക്കറിയാലോ. മോളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഏട്ടൻ്റെ മോളാ പ്രസാദിന്റെ ഭാര്യ. നിങ്ങൾ വീട്ടിൽ വന്നു പോന്നേ പിന്നെ അവൾ ആകെ തകർന്നു പോയി. ഒക്കെ മനസ്സിലടക്കി പിടിച്ച് നടക്കുന്ന ഒരു പാവ അവള്. എൻ്റെ ഏട്ടനും പ്രസാദിന്റെ അച്ഛനും ബദ്ധ ശത്രുക്കളെ പോലെയായി. കുടുംബം ആകെ തകർന്നു നിൽക്കുക.
എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ലാത്ത ഒരു പെൺകുഞ്ഞാ പ്രസാദിനുള്ളത്. അതിന്റെ ഭാവിയെ കരുതിയെങ്കിലും പ്രസാദിനെ മോള് വിട്ടുതരണം. എന്റെ മോളെ പോലെ കരുതി പറയേ. പറ്റില്ല എന്ന് പറയരുത്. മോടെ കാല് പിടിക്കാൻ ഞാൻ. അമ്മേ. വിദ്യ വിദ്യ നിനക്ക് നൊന്തല്ലടി കഴിവാണ മോളെ. എനിക്കിത് വേണം. നിന്നെ പോലെ ഒരു തേർഡ് റേറ്റ് വേശയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും കെട്ടുതാലിയിട്ട് ഭാര്യയും കുഞ്ഞിനെയും വിട്ടെറിഞ്ഞിട്ട് വന്ന എനിക്കിത് വേണം. അത്തയെ പിടിക്കാൻ ഞാൻ മെത്തയെ കത്തി. എനിക്കിത് വേണം. എന്തിനാണ് ഈ പുല്ലേ നിന്ന് കരയണത്? ഞാൻ പോയേക്കാം. ഇന്ന് ഈ ജന്മം എന്റെ മുമ്പ് കണ്ടുപോരുത്. പ്രസാദ് സാറേ, പോടാ. എന്തിനാ വിദ്യ നമ്മളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്? പടച്ചോനെ, പെണ്ണിന്റെ മനസ്സൊരു വല്ലാത്ത പൊല്ലാപ്പ് തന്നെയാണേ. അവിടെ നിന്ന് ഈ പെട്ടി സ്ഥിരമായിട്ട് ഇതിനകത്ത് വെക്കാമെങ്കിൽ മാത്രം അകത്തോട്ട് കയറിയാൽ മതി. അച്ഛൻ എന്നോട് പൊറുക്കണം. അശ്വതി, മാപ്പ്. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. അന്നത്തെ വാശിക്ക് അങ്ങനെയൊക്കെ എനിക്ക് ബോധ്യമായി. അച്ഛാ, അശ്വതിയും കുഞ്ഞിനെയും വിട്ട് ഞാൻ ഇനി എങ്ങും പോയില്ല. സത്യം. കയറിപ്പോ. പ്രസാദ് വന്നു. അവൻ വന്നെന്ന് പറഞ്ഞിട്ട് തനിക്കെന്തൊരു മൈൻഡ് ഇല്ലാത്തത്? 10-30 കൊല്ലമായി ഇങ്ങനത്തെ ഒരു മാതിരി ചിരി ചിരിച്ച് താൻ എന്നെ വലയ്ക്കുന്നത് കേട്ടാ. എന്റെ മനസ്സ് പറഞ്ഞു അവൻ വരുമെന്ന്.